മോദി ഇന്ന് ചെയ്ത് കാണിച്ചത് പണ്ട് ഹനുമാനെ കൊണ്ട് മാത്രം പറ്റിയ ഒരു കാര്യമാണ്. വീഡിയോ അവസാനം വരെ കാണും, കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ഡൽഹിയിൽ നിന്ന് ഗുജറാത്ത് വരെ 670 കിലോമീറ്റർ നീളമുള്ള അറാവലി റേഞ്ച് ഉണ്ട്. ഈ അറാവലി മൗണ്ടൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ടഡ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മൈനിങ് ചെയ്യൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഗവൺമെന്റിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നേരെ സുപ്രീം കോടതിയിൽ പോയി. ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞത് 100 മീറ്ററിന് താഴെയുള്ള അറാവലി റേഞ്ച് ഒന്നും അറാവലി മൗണ്ടൻസ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിനെ എതിർത്ത് വന്നിട്ട് പറഞ്ഞു അറാവലി മൗണ്ടൻസിന്റെ 90% ഭാഗം 100 മീറ്ററിന് താഴെയാണുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാനും ഡൽഹി ഹരിയാന പോലെയുള്ള സ്റ്റേറ്റുകളെ മരുഭൂമിയാക്കി മാറ്റാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കവചം കൂടിയാണ്. താർ മരുഭൂമിയിൽ നിന്ന് വരുന്ന പൊടിക്കാറ്റിന് തടഞ്ഞു നിർത്തുന്ന ഒരു കവചമായിട്ടാണ് വർഷങ്ങളായിട്ട് ഈ ഒരു അറാവലി റേഞ്ച് നിൽക്കുന്നത്. പക്ഷെ സുപ്രീം കോടതി അംഗീകരിച്ചത് സർക്കാരിന്റെ വാദമായിരുന്നു. അതുകൊണ്ട് ഇനി അവിടെ മൈനിങ് ചെയ്യുന്നതിന് മുന്നത്തെ പോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഹനുമാൻജി മല ചുമന്നത് ലക്ഷ്മണിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ മോദിജി ഈ 90% മലയും നശിപ്പിച്ച് കളയാൻ നോക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് അറാവലി ഹിൽസ് എന്ന് പറയുന്നത് സിമെന്റ് മാനുഫാക്ചറിംഗിൽ ഒരു കീ റോൾ പ്ലേ ചെയ്യുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ഒരു 2-2.5 വർഷത്തെ ഡാറ്റാസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അദാനി ഗ്രൂപ്പ് മേജർ സിമെന്റ് കമ്പനീസ് ആയിട്ടുള്ള അംബുജ സിമെന്റ്, ACC സിമെന്റ്, ഓറിയൻ സിമെന്റ് പോലെയുള്ള കമ്പനികളുടെ മേജർ ഷെയർ തന്നെ സംഘി ഇൻഡസ്ട്രീസ് ത്രൂ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോദിജി ആർക്ക് വേണ്ടിയാണ് ഈ മല ചുമക്കണേന്ന് ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ഡൽഹിയിലൊക്കെ ഓൾറെഡി എയർ പൊല്യൂഷൻ ആയില്ലേ, ഇനി കുറച്ച് പൊടിക്കാറ്റും കൂടി കൊണ്ടുകഴിഞ്ഞാൽ എന്ത് പ്രശ്നം അല്ലേ മോദിജി?